ആലപ്പുഴ ചേർത്തലയിലെ വീട്ടമ്മയുടെ മരണത്തിൽ ഭർത്താവ് സോണിക്കെതിരെ കേസെടുത്തു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കും ഗാർഹിക പീഡനത്തിനുമാണ് കേസെടുത്തത്. കൊലക്കുറ്റം നിലനിൽക്കില്ലെന്ന് പോലീസ്. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. മനീഷ് മഹിപാലാണ് ചേരുന്നത് വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, ഈ മകൾ തന്നെ പറയുന്നു അച്ഛൻ അമ്മയെ കൊലപ്പെടുത്തിയതാണ്, അതായത് മർദ്ദിച്ചു, അതിനുശേഷം 1.5 മണിക്കൂറോളം ആശുപത്രിയിൽ കൊണ്ടുപോയില്ല, അങ്ങനെ 1 മാസത്തോളം ചികിത്സയിൽ ഇരുന്ന അമ്മ മരിക്കുന്നു. അപ്പോൾ ആ മകൾ തന്നെ മൊഴി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ആ രീതിയിൽ കേസെടുത്തു എങ്കിൽ പോലും മനഃപൂർവ്വമായ നരഹത്യ എന്നുള്ള രീതിയിൽ അത് നിലനിൽക്കില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പോലീസ് പറയുന്നത് എന്താണ്? സ്മിത, ഇവിടെ മകൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. അതിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് ഈ കല്ലറയിൽ നിന്നും മൃതദേഹം പുറത്തെടുത്ത് സംഭവങ്ങളൊക്കെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതിനെ തുടർന്ന് നടത്തിയ ഇൻക്വസ്റ്റിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഡോക്ടർമാരുമായി സംബന്ധിച്ച് പ്രാഥമിക വിവരമൊക്കെ തന്നെ ആരാഞ്ഞ ശേഷമാണ് പോലീസ് ഇത് സംബന്ധിച്ചൊരു FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പോലീസിന്റെ കണ്ടെത്തലനുസരിച്ച് കൊലപാതക കുറ്റം നിലനിൽക്കില്ല എന്നുള്ളതാണ് കാരണമായി പോലീസ് പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. ഈ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ഇയാൾ സഹായിച്ചു, ഇയാൾ ആശുപത്രിയിലേക്ക് എത്തിച്ചു. ഒപ്പം തന്നെ ആശുപത്രിയിൽ 1 മാസത്തോളം കോമ സ്റ്റേജിൽ വണ്ടാനം മെഡിക്കൽ കോളേജിൽ കിടന്ന സമയത്തൊക്കെ തന്നെ പരിപാലിച്ചതും കൂടെ ബൈസ്റ്റാൻഡറായി നിന്നതുമൊക്കെ തന്നെ ഇയാളാണ് എന്നൊരു വാദം അതാണ് പോലീസ് നിലവിൽ ആരോപിക്കുന്നത്. പോലീസ് നിലവിൽ പറയുന്നത്. പക്ഷേ ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആദ്യം ഈ 1 മാസത്തോളം ആശുപത്രിയിൽ പരിക്കേറ്റ് ചികിത്സയിലായി പിന്നീട് കഴിഞ്ഞ ശനിയാഴ്ച മരിച്ച സംഭവത്തിൽ പോലും പോലീസിൽ ഇന്റിമേഷൻ ആശുപത്രിയിൽ നിന്ന് ഇത് സംബന്ധിച്ച് ചെന്നിരുന്നില്ല. ഒപ്പം തന്നെ ആ സമയത്തും പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നില്ല. പിന്നീട് ഇത് സംബന്ധിച്ച് മകൾ ഈ രീതിയിലുള്ളൊരു മൊഴി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത ശേഷം മാത്രമാണ് പോസ്റ്റ്മോർട്ടത്തിലേക്ക് അടക്കം എത്തിയത്. മകളുടെ മൊഴിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം മകളെ ഭീഷണിപ്പെടുത്തിയെന്നാണ്. ഈ മരണത്തിന് ശേഷം മകളോട് പറഞ്ഞത്, നീയും അടങ്ങി ഒതുങ്ങി നിന്നില്ലെങ്കിൽ നിന്റെ അമ്മയുടെ ഗതി തന്നെ നിനക്കുണ്ടാകുമെന്നുള്ള ഭീഷണി വന്നു. ഇതിനെ തുടർന്നാണ് ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ മകൾ ഭയന്നുകൊണ്ട് ഇത്തരം കാര്യം പോലീസിലേക്ക് പറയാമെന്ന് തീരുമാനിച്ചത്. അമ്മ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്നാണ് മകൾ വിചാരിച്ചത് കൊണ്ടാണ് ഇത്രയും കാലം, ഈ 1 മാസത്തോളം കാലം ഇത് പോലീസിന് വിവരം അറിയിക്കാതിരുന്നത്. അങ്ങനെ കുടുംബത്തിൽ എന്താണെങ്കിലും ഇത് സംബന്ധിച്ച് ഈ ഒരു പോലീസിന്റെ നിയമ നടപടിയിൽ സംതൃപ്തരാകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. കുടുംബത്തിന്റെ പ്രതികരണം നമ്മൾ ആരായുന്നുണ്ട്. ഇത് സംബന്ധിച്ച് നാട്ടുകാരുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുള്ള നിരന്തരമായി ഇയാൾ ആക്രമിക്കുകയായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ പോലീസ് സമർത്ഥിക്കുന്നത് ഇത് ആസൂത്രണമായിട്ട് ഇയാൾ മനഃപൂർവ്വമായി കരുതിക്കൂട്ടി ഇവരെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയിട്ടില്ല. മദ്യപിച്ച ശേഷം ഇവർ തമ്മിൽ വഴക്കുണ്ടായി. ആ സമയത്ത് വീണുണ്ടായ അപകടമാണെന്ന സാഹചര്യ തെളിവുകളാണ് പോലീസിന് ലഭ്യമായിട്ടുള്ളത്. കൊലക്കുറ്റം നിലനിൽക്കില്ല എന്നാണ് പോലീസ് പറയുന്നത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്.